ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മിനി വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മിനി വ്ളോഗ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ താമസിച്ചാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. അതിനുശേഷം ഞാൻ പോയി ബാത്റൂമിൽ പോയിട്ട് ഞാൻ ബ്രഷ് ചെയ്യുകയാണ് ചെയ്തത്. ബ്രഷ് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ ഫേസ് വാഷ് ചെയ്യാനായിട്ട് പോയി. ഫേസ് വാഷ് ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്നത് പാമോലിവിൻ്റെ ഫേസ് വാഷാണ്. ഇത് പിമ്പിൾസിനും ആക്നി മാർക്സൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പം ഇതാണ് നീം ഫേസ് വാഷാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കുറച്ച് നാളായിട്ട്. അത്യാവശ്യം നല്ല ഫേസ് വാഷാണിത്. പിന്നെ അതിന് ശേഷം ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ ഡെർമാക്കോയുടെ ഒരു സിറമാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾസിൻ്റെ മാർക്സ് പിമ്പിൾസൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള സിറവാണ്. ഇത് മിക്ക എല്ലാവരും യൂസ് ചെയ്യുന്ന സിറവാണ്. ഇത് അടിപൊളി റിസൾട്ടാണ്. എൻ്റെ ഫേസിൽ ഇതിലും ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം നല്ല ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പിന്നെ ഇടുന്നത്. ഇത് രാവിലെയും രാത്രിയും ഉപയോഗിക്കാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കും. പിന്നെ രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഫേസ് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കും. അങ്ങനെ 2 പ്രാവശ്യം ഉപയോഗിക്കാറുണ്ട്. 2 പ്രാവശ്യം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്കിൻ കെയറിൽ ഞാൻ രാവിലെ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം വെള്ളം കുടിക്കും. വെള്ളം ഒരുപാട് കുടിക്കില്ലെങ്കിലും കുറച്ച് കുടിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പോൾ കുടിക്കാനായിട്ട് വെറും വയറ്റിൽ എനിക്ക് പറ്റാതെ വരും. പിന്നെ അടുക്കളയിലോട്ട് നോക്കിയപ്പോൾ ഫുള്ള് എല്ലാം അഴുക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജനലൊക്കെ തുറന്നിട്ട് വെളിച്ചമൊക്കെ കയറാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പാത്രമെല്ലാം കഴുകാൻ തുടങ്ങി. പാത്രം ഓരോന്നോരോന്നായി തലേന്ന് രാത്രിയിൽ കുക്ക് ചെയ്തതും എല്ലാ പാത്രവും ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വേസ്റ്റ് എല്ലാം സെപ്പറേറ്റ് കവറിലാക്കി കെട്ടി വെച്ചിട്ട് പാത്രം എല്ലാം കഴുകി വെച്ചു. ആകെ ഒരു കുറച്ച് പാത്രം ഉണ്ടാവുള്ളൂ, പക്ഷേ ആ പാത്രം എല്ലാം അഴുക്കായിരുന്നു. അങ്ങനെ പാത്രം എല്ലാം കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ. പിന്നെ ഞങ്ങളുടെ ഗ്യാസ് അടുപ്പ് ഒരു കുഞ്ഞി അടുപ്പാണെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ വേസ്റ്റ് എല്ലാം കവർ കെട്ടി വെച്ചു. അവിടെ കുപ്പിയിൽ വെള്ളം ഇരിക്കുന്നത് നോക്കണ്ട. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുറവാണ്, വെള്ളം കിട്ടാറില്ല. അപ്പം ഇതെടുത്ത് യൂസ് ചെയ്യും അത്യാവശ്യ ഘട്ടത്തിൽ. പിന്നെ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ലേറ്റായിട്ടാണ് കഴിച്ചത് പൊറോട്ടയും മുട്ടക്കറിയാണ്. അതിനുശേഷം പിന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, വെറുതെ ഇരിക്കുകയായിരുന്നു. അതും വെറുതെ എടുത്ത് ബോറാക്കണ്ടെന്ന് വിചാരിച്ചു. അതിനുശേഷം ഉച്ചയായപ്പോൾ ചോറ് കഴിച്ചു. ചോറ് പുറത്തുനിന്നാണ് വാങ്ങിച്ചത്. എനിക്ക് കുറച്ച് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കിച്ചണിൽ, അതുകൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ചോറും അവിയലും പിന്നെ അതണക്കെ അച്ചാറ്, തോരൻ, ചമ്മന്തി ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ അടിയിലൊക്കെ പോയി. അങ്ങനെ കുറേ ഇതുണ്ടായിരുന്നു. വാഴയിലയിൽ ഊണായിരുന്നു, നല്ലതായിരുന്നു. ഇത് അച്ചടി. പിന്നെ അതിന് ശേഷം രാത്രിയിൽ ആണ് ഞാനൊന്ന് സെറ്റായത്. പിന്നെ വീഡിയോ എടുക്കാനായിട്ട് എടുത്തത്, കാരണം എനിക്ക് സുഖമില്ലായിരുന്നു പകൽ. പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ മൂഡ് ഓഫ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്ത് ഇടയ്ക്ക് പോവാറുണ്ട്. പിന്നെ കോവളത്ത് പോവാറുണ്ട്. അവിടെ ബീച്ചിലൊക്കെ പോവാറുണ്ട്. അങ്ങനെ ഇപ്പോൾ പോകുന്നത് വിഴിഞ്ഞം കോവളം ആ ഒരു റൂട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വിഴിഞ്ഞത്തെത്തി. വിഴിഞ്ഞത്ത് ഞങ്ങൾ സ്ഥിരം മിക്കവാറും കഴിക്കാറുള്ളൊരു ഹോട്ടലാണ് ഉസ്താദ് ഹോട്ടൽ. അപ്പം എനിക്ക് സീ ഫുഡ് കഴിക്കണമെന്ന് തോന്നിയപ്പം അവിടെ കയറി. അങ്ങനെ അവിടുന്ന് ഉസ്താദ് ഹോട്ടലിൽ നിന്ന് സീ ഫുഡ് ഓർഡർ ചെയ്തത് കണവയും അത് കണക്ക് തന്നെ. ഇവിടെ ഫ്രൈ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഗ്രേവി കിട്ടും. പിന്നെ കട്ടൻ ചായ ഓർഡർ ചെയ്തു. കണ്ടോ, ഫ്രൈ ആണ് എല്ലാം വരുന്നത്. മിക്ക മീനുകളും ഫ്രൈ ആണ് വരുന്നത്. അങ്ങനെ പൊറോട്ടയും അപ്പം ഉണ്ടായിരുന്നു. പിന്നെ കണവയുടെ ഫ്രൈ, പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ചൂര ഫ്രൈ ആയിരുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ നേരെ കോവളം ബീച്ചിലേക്ക് പോയി. അങ്ങനെ ബീച്ചിൽ പോയിട്ട് പക്ഷേ അവിടെ ഒരു മനുഷ്യരും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു പോരുന്നു. ഇങ്ങനെ ജസ്റ്റ് പോയി ആ പള്ളിയുടെ അവിടം വരെ പോയിട്ട്
അപ്പോൾ തന്നെ തിരിച്ചു പോയിരുന്നു. അവിടെ ഒരു മനുഷ്യനും ഇല്ലായിരുന്നു. കടലാണ് നന്നായിട്ട് കയറിയിട്ടുണ്ട്. അവിടെ ആരും ഇല്ലായിരുന്നു. ഒത്തിരി ലേറ്റ് ആയതൊന്നുമില്ല, എന്നാൽ തന്നെയും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അപ്പോൾ തന്നെ തിരിച്ചു പോരുന്നു. അങ്ങനെ തിരിച്ചങ്ങനെ ഈസ്റ്റ് ഫോർട്ട് എത്തി. അങ്ങനെ അവിടെ ഇതേ കണക്ക് കടകളൊക്കെ നേരത്തെ അടച്ചിരുന്നു. കടയിലൊക്കെ കയറണമായിരുന്നു, പക്ഷെ കടയിൽ നേരത്തെ അടച്ചിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ഓക്കെ, ബൈ, താങ്ക് യു.